ഹായ് ഓൾ, ഹാപ്പി ഈവനിങ് ആൻഡ് വെൽക്കം ടു സീറോ സ്കൂൾ. അതെ, ഞാൻ നിങ്ങളുടെ സ്വന്തം നിളാസ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ പലരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനും തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടൊരു ഗ്യാപ്പിലായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. പുതിയതായിട്ടുള്ള എന്ത് ടോപ്പിക്ക് എന്ത് ചെയ്യണം, നിങ്ങളായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് വരുമായിരുന്നു. അതിനിടയിൽ നിങ്ങളെപ്പോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെസ്സേജ് അയച്ചു. നിങ്ങളുടെ മെസ്സേജിനൊക്കെ ഒരുപാട് നന്ദി. നമ്മുടെ ഈ കമൻറ്റ് ബോക്സും നമ്മുടെ യൂട്യൂബിൻ്റെ റീച്ചും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും സപ്പോർട്ടോടെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് ഞാൻ ഈ സ്കൂളിൽ പോയ സമയത്ത്, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ, ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, 4ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ ഒരു കുഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, അവർക്ക് ചെറിയൊരു ഹോംവർക്ക് കൊടുത്തു. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിരുന്നു. ഞാൻ അവരോട് എന്ത് ചെയ്തു, മേഘം നോക്കിയിട്ട് മേഘത്തിൽ അവരെന്തെങ്കിലും ഷേപ്പെല്ലാം കാണുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്തു, ചെറുതായിട്ടൊരു ഹോംവർക്ക് അല്ല കേട്ടോ, ഞാൻ ക്ലാസ്സിലിരുന്ന് അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. നിങ്ങളൊന്ന് വരച്ച് നോക്കിയേ, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഓരോ മേഘത്തിലും ഓരോ കളേഴ്സോ അല്ലെങ്കിൽ ഓരോ ജീവികളോ എന്തെങ്കിലും ഇമിറ്റേഷൻ പോലെ സാധനങ്ങളോ കാണുന്നുണ്ടോ നോക്കി, എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഓരോരുത്തരായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവരുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു കൊച്ചു കുഞ്ഞ്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അവൾ ഇരുന്നാണ്ട് ഇങ്ങനെ നിൽക്കുക. അവളൊന്നും ചെയ്യുന്നില്ല, അവളിങ്ങനെ പുസ്തകം മാത്രം നോക്കി നിൽക്കുക. ഇങ്ങനെ പുസ്തകം മാത്രം നോക്കി നിന്നപ്പോൾ ഞാൻ അവളോട് പോയി ചോദിച്ചു, എന്ത് പറ്റി, എന്താ വരക്കാത്തത്, നീ ഒന്നും കണ്ടില്ലേ, നമുക്കൊന്നും കൂടെ പോയി നോക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു തീർന്നതും ആളങ്ങ് കരയാൻ തുടങ്ങി. ആൾ എന്നെയും കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാ, എനിക്ക് വരക്കാൻ അറിയില്ല സാറേ എന്ന് പറഞ്ഞു. അവൾ അതും പറഞ്ഞു ഒരുപാട് കരച്ചിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം അതൊക്കെ വരച്ച് നോക്കി. ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ വരച്ചാൽ മതി, അങ്ങനെ വരച്ചാൽ മതി. ഞങ്ങളങ്ങനെ എന്ത് ചെയ്തു, വരാന്തയിലൂടെ 2 റൗണ്ടൊക്കെ നടന്ന് കുറേ മേഘമൊക്കെ കണ്ടുവന്നു. എന്നിട്ട് കുറച്ച് പെൻസിലൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവളോട് വരക്കാൻ പറഞ്ഞു. അവളങ്ങനെ വരച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒന്നും ആയില്ല. ഞാൻ ആ ബാക്കിയുള്ള അവരോടെല്ലാവരും പറഞ്ഞു, നിങ്ങളൊന്ന് പോയി അവളെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണെങ്കിൽ അടിപൊളി, അവരെല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഓ യു ക്യാൻ ഡു ദിസ് എന്നൊക്കെ പറഞ്ഞ് അവൾ എന്ത് ചെയ്തു, നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവൾ ചെറിയ ചിത്രം വരച്ചു. അടുത്ത ക്ലാസ്സിൽ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അവൾക്ക് ചെറിയൊരു കളർ കിറ്റ് അല്ലെങ്കിൽ കളറില്ലേ, ഈ കളർ ക്രയോൺസിൻ്റെ കളർ, ഇത് ചെറിയൊരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതവർക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഇന്നലെ വരച്ച ചിത്രം അടിപൊളിയായിരുന്നു കേട്ടോ, നീ എന്ത് ചെയ്തോ അതിലൊന്ന് കളറും കൂടെ ചെയ്ത് എനിക്ക് തായോ എന്ന് പറഞ്ഞു. ഇത് അവൾ മേടിച്ചു. അത് മേടിച്ചിട്ട് ആദ്യം ചിരിച്ചിട്ട് വീണ്ടും കരയാൻ തുടങ്ങി. വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല സാറേ, എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. ശരി, ഞാനപ്പോൾ ഈ കഥ പറഞ്ഞു. ഇതൊരു സംഭവമായിട്ടോ, ജസ്റ്റ് എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ചെറിയൊരു ഇൻസിഡൻറ്റാണ്. ഇങ്ങനെ ഈ ഇൻസിഡൻ്റ് എന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുക, എന്തായിരിക്കും ആദ്യം അവൾക്ക് കരഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് കരഞ്ഞതെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അവൾ വന്ന് പറഞ്ഞപ്പോൾ സമയത്ത് പറഞ്ഞു അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് കരഞ്ഞതെന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ മനുഷ്യരൊക്കെ. നമുക്കിപ്പോൾ ചില സമയത്ത് ഭയങ്കര സന്തോഷം വന്നാലും നമ്മൾ കരയും, ചില സമയത്ത് ഭയങ്കര സങ്കടം വന്നാലും എന്ത് ചെയ്യും, നമ്മൾ കരയും. നമ്മൾ ഈ സന്തോഷത്തിൻ്റെ കണ്ണീര് നമ്മൾ ആനന്ദാശ്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഇമോഷൻസ് വരാറുണ്ട് ഇല്ലേ? അതെ, ഇന്നത്തെ ക്ലാസ് അതിനെക്കുറിച്ച് തന്നെയാണ്, ഇമോഷൻസിനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കിന്ന് ക്ലാസ് എടുത്തിരുന്നത്. എന്താണ് ഇമോഷൻസ്, എങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടാവുന്നത്, നമുക്ക് എത്രത്തോളം ഇമോഷൻസ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇമോഷൻസിന് നല്ല ഇമോഷൻസ് എന്ന് പറയാൻ പറ്റുമോ, ഇമോഷൻസിന് ചീത്ത ഇമോഷൻസ് എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ദേ എൻ്റെ കയ്യിൽ കുറച്ച് എന്തുണ്ട്, ഇതാണ് നമ്മുടെ നിളയുടെ ടൂൾ ബോക്സ്. ഈ ടൂൾ ബോക്സിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് എന്തുണ്ട്, ഇമോഷൻസ് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ട് ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണേ, ഇത് ഏത് ഇമോഷനാണ് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇതാ നോക്കിയേ, ഇത് ഏത് ഇമോഷനാ, ഏതാ, കണ്ടോ, ഭയങ്കര അതിശയിച്ച് നിൽക്കുന്നത് കണ്ടോ? യെസ്. അടുത്തത് ഇതോ, ഹാപ്പി, വെരി ഗുഡ്. സി അനദർ വൺ, യെസ്. സി അനദർ വൺ ഇമോഷൻ. വേറെ കൂടെ കണ്ടോ? ഞാൻ നിങ്ങൾക്ക് കുറേ ഇമോഷൻസ് കാണിച്ചു തന്നു. ഈ ഇമോഷൻസ് എല്ലാം നമുക്ക് ഉണ്ടാവുന്നത് തന്നെയല്ലേ? അല്ലേ?
എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ് എന്ത് ഇങ്ങനത്തെ ഇമോഷൻസ്. ചില സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം വരും, ചില സമയത്ത് നമ്മൾ ഭയങ്കര കലിപ്പായിട്ട് നിൽക്കും, ചില സമയത്ത് എന്ത് ചെയ്യും നമ്മൾ സങ്കടപ്പെട്ടിരിക്കും, ചില സമയം നമ്മൾ നല്ല സന്തോഷവാനായിരിക്കും, ചില സമയത്ത് നമ്മൾ അതിശയിച്ച് നിൽക്കും. ഓ എന്താണ് ഈ സംഭവിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും നമ്മളങ്ങനെ ഭയങ്കര അതിശയിച്ചിട്ട് നിൽക്കും. നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ട് ഇല്ലേ? ഞാൻ നിങ്ങളുടെ ഒരു ഹോംവർക്ക് പറയട്ടെ. ഹോംവർക്ക് വേണ്ട, ഇപ്പം തന്നെ ചെയ്താൽ മതി. എല്ലാവരും എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞു കഴിയുന്നതോടുകൂടി വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നേരെ പോയി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ കണ്ണാടിയെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ചിരിക്കുക. പിന്നെ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ദേഷ്യപ്പെട്ട് നോക്കുക. പിന്നെ നന്നായിട്ടൊന്ന് സങ്കടപ്പെട്ട് നോക്കുക. പിന്നെ ഭയങ്കരമായിട്ടൊന്ന് അത്ഭുതപ്പെട്ട് നോക്കുക. ഈ ഇമോഷൻസ് എല്ലാം എന്ത് ചെയ്യണം, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ മിന്നി മറന്ന് നിന്ന് പോകണം. നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് എന്നിട്ട് നിങ്ങളിങ്ങനെ നോക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ ആലോചിക്കുക. ഒരു നോട്ട്ബുക്കും എന്ത് ചെയ്യുക, ഒരു പേനയും എടുത്തിട്ട് നോക്കുക. അതായത് നിങ്ങൾ നന്നായിട്ട് ചിരിച്ചു. എന്നായിരുന്നു നിങ്ങൾ അവസാനമായിട്ട് നല്ല ഭംഗിയായിട്ട് ചിരിച്ച മൊമെൻ്റ് ഏതായിരുന്നു എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ ചിലപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സങ്കടപ്പെട്ട സമയം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനായിരുന്നു ഞാൻ അവസാനമായിട്ട് ഭയങ്കരമായിട്ട് സങ്കടമായത്. പിന്നെ ഒന്ന് ഭയങ്കര ദേഷ്യം വന്ന മൊമെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്തായിരുന്നു നമ്മൾ അവസാനമായിട്ട് എന്തിനായിരുന്നു ഭയങ്കര ദേഷ്യപ്പെട്ട് നിന്നിരുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ടാവും അല്ലേ? ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എന്തായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. ഈ അത്ഭുതപ്പെട്ട മൊമെൻറ്റ് ഏതായിരുന്നു അവസാനമായിട്ട് അങ്ങനെ നന്നായിട്ട് അത്ഭുതപ്പെട്ട മൊമെൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എല്ലാ ഇമോഷൻസ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ലൈറ്റ് ചെയ്താം, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഇന്ന് എനിക്ക് ഫീൽ ചെയ്ത ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഹെഡിങ് എഴുതുക. അതിനുശേഷം അതിൻ്റെ താഴേക്കായിട്ട് ഞാൻ അവസാനമായിട്ട് സന്തോഷിച്ച മൊമെൻറ്റ്, ഞാൻ അവസാനമായിട്ട് കരഞ്ഞ മൊമെൻറ്റ്, ഞാൻ അവസാനമായിട്ട് അത്ഭുതപ്പെട്ട മൊമെൻറ്റ്, ഞാൻ അവസാനമായിട്ട് ദേഷ്യപ്പെട്ട മൊമെൻറ്റ്, അതേപോലെ എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നിയ അറപ്പ് തോന്നിയ ഒരു മൊമെൻറ്റ് ഏതൊക്കെയാണെന്നുള്ള ഈ ഇമോഷൻസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങളൊരു പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലോ നമ്മുടെ ഓഫീസ് നമ്പറിലോ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അയച്ചു തരാം. അതുവഴി ഞങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ മൊമെൻറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? എങ്കിലും ഒന്ന് പോയി നോക്കിയേ. എല്ലാവരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നേരെ പോയി നോക്കുക, കണ്ണാടിയുടെ മുമ്പിൽ നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക ഏതായിരുന്നു ആ മൊമെൻറ്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. അത് ഏതൊക്കെയായിരുന്നു എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് അയച്ചുതരും വേണം. ഐ വിൽ എക്സ്പെക്ട് ഫോർ യുവർ റിപ്ലൈസ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ റിപ്ലൈസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എക്സ്പെക്ട് ചെയ്ത് വെക്കും. എല്ലാവരും ചെയ്ത് അയച്ചു തരണം. ഡൺ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമോഷൻസിനൊക്കെ ഓരോരോ പേരുകൾ ഇട്ട് കൊടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ തന്നെ പറയാറുണ്ട്, ഏറ്റവും വൈൽഡായിട്ടുള്ള ഹോഴ്സിനെ വരെ നമുക്ക് പിടിച്ചു നിർത്തണം. ഭയങ്കര നമ്മൾ കുതിരയൊക്കെ കടന്ന് പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവയൊക്കെ അടക്കി നിർത്താൻ വേണ്ടി നമ്മളൊരു പേരിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ നോക്കുകയാണ്, നമുക്കുണ്ടാകുന്ന പല ഇമോഷൻസിനെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കതിനെല്ലാം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയാം, എനിക്ക് നമ്മൾ ഈ ടേം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഐ ഫീൽ ഡാഷ് ബിക്കോസ് ഡാഷ്. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഇത് വെച്ച് പറയാം, ഐ ഫീൽ സാഡ്. ഞാൻ പറഞ്ഞത് ഐ ഫീൽ സാഡ്, എനിക്ക് ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, എൻ്റെ വണ്ടിയിൽ ഒരാൾ കൈ നീട്ടി, ഒരാൾ ലിഫ്റ്റ് വെച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഭയങ്കര റഷിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആലോചിച്ച് ഭയങ്കര സങ്കടമായോ, എനിക്ക് ഭയങ്കര സങ്കടമായി. അയാളെ ഹെൽപ്പ് ചെയ്യായിരുന്നു, ചിലപ്പോൾ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാകാൻ തുടങ്ങി. കേട്ടോ, എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടമായെന്നുള്ളത് മനസ്സിലായില്ലേ? ഇതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓരോ ഇമോഷൻസ് വെച്ച് നോക്കാം. ഐ ഫീൽ ഡാഷ്, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അല്ലെങ്കിൽ ഐ ഫീൽ ആങ്കർ, എന്തുകൊണ്ടായിരുന്നു അങ്ങനെ വന്നത്, ബിക്കോസ് ഡാഷ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ചെയ്യുമല്ലോ, പ്രോമിസ് അല്ലേ? എല്ലാവരും ചെയ്ത് നോക്കണേ. ഈ ഒരു ടേം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഇമോഷൻസും എന്തായിരുന്നു എൻ്റെ കാരണം, എന്തുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഇമോഷൻസ് വന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, കീപ് വിത്ത് മീ. ഓക്കെ, നമുക്കിനി അടുത്തയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് എല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാവും. ചിലർക്ക് നമുക്ക് ഭയങ്കര സങ്കടം വരാം, ഭയങ്കര ദേഷ്യം വരാം, ഭയങ്കര സന്തോഷം വരാം, ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടാം. ഇത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? എന്ത് നല്ല ഇമോഷൻസ് ഏതാ, ചീത്ത ഇമോഷൻസ് ഏതാ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ആൺകുട്ടികളായാലും എന്ത് ചെയ്യാൻ പാടില്ല, കരയാൻ പാടില്ല എന്ന്. ശരിയാണോ? നിങ്ങൾ പറ. അല്ല, ഒരിക്കലുമല്ല. ആൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, കരയാൻ പാടും, അല്ലെങ്കിൽ കരയാൻ പറ്റും. ആൺകുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് അവർ കരയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്താ? അങ്ങനെയൊന്നും പാടില്ല. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്തില്ല, നല്ല ഇമോഷൻസ് ഒന്നോ ചീത്ത ഇമോഷൻസ് ഒന്നും ഇല്ല. അതിനെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതിലാണ് എന്ത് നമ്മുടെ ഒരു കഴിവും ഇതെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഓരോ ഇമോഷൻസും നമുക്ക് വരാം. ഈ ഇമോഷൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാണ്.
ചില ഇമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നും ഇല്ലേ? ഭയങ്കര ദേഷ്യപ്പെട്ടാൽ ഒരാളുടെ ഭയങ്കര ദേഷ്യപ്പെട്ടാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അതേപോലെ നമുക്ക് ചില സങ്കടങ്ങൾ ഉണ്ടാകുന്ന മൊമെൻ്റ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂൾ ബോക്സ് ഉണ്ടാക്കി നോക്കാം. ഒരു ടൂൾ ബോക്സ് എന്താണ് ഒരു ടൂൾ ബോക്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബൈക്ക് കേട് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ നമ്മുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഉപ്പയുടെയോ ബൈക്ക് കേട് വന്നു. അപ്പോൾ നമ്മളൊരു ടൂൾ ബോക്സ് എടുക്കും അല്ലേ? അതിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും, ഹാമർ ഉണ്ടായിരിക്കും, പ്ലെയർ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടായിരിക്കും. ആ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ ബൈക്കിനെ ഫിക്സ് ചെയ്യും ഇല്ലേ? അതേപോലെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുകയാണ്? ഒരു ടൂൾ ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ടൂൾ ബോക്സിൽ എന്തെല്ലാം ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? ആ ഒരു ടൂൾ ബോക്സിൽ എന്തെല്ലാം സാധനങ്ങൾ എടുക്കാം, ആ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആങ്കറിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടത്തിന് എങ്ങനെ മാനേജ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ശരി, എങ്ങനെ നോക്കാം? നമുക്ക് എങ്ങനെ ഒരു ഇമോഷണൽ ടൂൾ കിറ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഈ ടൂൾ കിറ്റിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ടൂൾ കിറ്റിൽ ഏകദേശം 5ഓളം സാധനങ്ങൾ ഉണ്ടായിരിക്കും. നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ദ ഫസ്റ്റ് വൺ, ഒന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് എന്ത്? നമ്മുടെ മൈൻഡ് ഡയറി. നമ്മുടെ ഒരു മൈൻഡ് ഡയറി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ഡയറി, നിങ്ങൾ ഒരു കുഞ്ഞു നോട്ട്ബുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മേടിക്കാം. ആ കുഞ്ഞു നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ടും അതേപോലെ രാത്രിയും എഴുതുക. എന്ത്? ഇന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയ ഫീലിംഗ് എന്തായിരുന്നു, ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയ ഇമോഷൻ ഏതായിരുന്നു, എപ്പോഴായിരുന്നു എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നത്, എങ്ങനെ ഞാനതിന് റെസ്പോണ്ട് ചെയ്തത്, എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ, ഈ 4 കാര്യങ്ങളും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെയും അതേപോലെ രാത്രിയും നിങ്ങൾ കിടക്കുന്നതിന് മുന്നേയും എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വെക്കാം. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് എന്തായിരുന്നു ഫീലിംഗ് ഉണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഫീലിംഗ് അങ്ങനെ തോന്നിയത്, എന്തായിരിക്കും ഇതിന് കാരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോ ദിവസവും എഴുതി വെക്കുക. ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നല്ലേ? അപ്പോൾ നിങ്ങൾ ഡെയിലി എഴുതി കുറേ ദിവസമാകുന്ന സമയത്ത് നിങ്ങൾക്കിതൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഇതിലൊരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടാവും. എങ്ങനെയാണെന്നറിയോ? അതായത് എന്താണ് എനിക്കത് തോന്നാൻ കാരണം? ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും എല്ലാ ദിവസവും ഞാൻ അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ മൺഡേ എല്ലാ ദിവസവും രാവിലെ മാത്സ് ഉണ്ട്. അപ്പോൾ മാത്സ് പരീക്ഷൻ്റെ അല്ലെങ്കിൽ മാത്സ് ഉള്ള ദിവസത്തിൻ്റെ അന്നാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഭയങ്കരമായിട്ട് പേടിയൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്തു നോക്കാം. ഡെയിലി എന്ത് ചെയ്യുക? ഒരു മൈൻഡ് ഡയറി. രാവിലെ എണീക്കുമ്പോഴും അതേപോലെ രാത്രി കിടക്കാൻ പോകുമ്പോഴും ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഇമോഷൻ ഏതായിരുന്നു, എന്തായിരുന്നു അതിന് കാരണം, എങ്ങനെ നമുക്കതിനെ മാറ്റാൻ പറ്റുക, എങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു 4 പോയിൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാം? ഞങ്ങളുടെ ഓഫീസ് നമ്പറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. എന്തായിരുന്നു ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി നോക്കാം. ഇന്ന് എന്തായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്, എന്തായിരുന്നു അതിന് കാരണം, എത്ര നേരം ഇത് നീണ്ടു നിന്നു, അതേപോലെ എങ്ങനെ ഇതിന് മാറാൻ വേണ്ടിയിട്ട് എന്തെനിക്ക് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എഴുതി നോക്കാം. ഇതാണ് എന്ത് പറയുന്നത്? നമ്മൾ മൈൻഡ് ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെൻ്റെ ഇമോഷണൽ ടൂൾ കിറ്റിലെ അഥവാ എൻ്റെ ഇമോഷണൽ ടൂൾ കിറ്റ് ബോക്സിലെ ഒന്നാമത്തെ കാര്യമാണ് എന്ത് ഈ പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബ്രീത്തിങ് മെത്തേഡ് പഠിച്ചു നോക്കാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ബ്രീത്തിങ് മെത്തേഡ് പറഞ്ഞുതരാം. അതിനെ നമ്മൾ ബോക്സ് ബ്രീത്തിങ് എന്നാണ് പറയാറ്. നമ്മളെല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാറുണ്ട് ബോക്സ് ബ്രീത്തിങ് എന്നുള്ളത്. ചിലർക്ക് ഭയങ്കര ദേഷ്യം എന്നുണ്ടാവും, പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വരുന്നവരുണ്ടാവും, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര പെട്ടെന്ന് വേവലാതിക്ക് വരുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് കാമായി ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ ഇമോഷനൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണെന്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളുടെ ബോക്സ് ബ്രീത്തിങ് മെത്തേഡ്. ബോക്സ് എന്താണ്? ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചതുരം, ശരിയല്ലേ? ഒരു സ്ക്വയർ പോലുള്ള ഒരു ബോക്സ് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഒരു ബോക്സ് വരക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു ബ്രീത്തിങ് എന്ത് ചെയ്യും? ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്ത് വിടും. അതായത് ഞാൻ ഇവിടുന്ന് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുകയാണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടുന്ന് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ 4 സെക്കൻഡ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടം വരെ ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യും. എന്നിട്ട് 4 സെക്കൻഡ് ഞാൻ എന്ത് ചെയ്യും? ആ ബ്രീത്ത് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അതിനുശേഷം ഒരു 4 സെക്കൻഡ് ഞാൻ മെല്ലെ പതിയെ എൻ്റെ എയർ എന്ത് ചെയ്യും? പുറത്തേക്കിടും. ഒരു 4 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുക്കും. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്ത് നോക്കും? ഒരു 9 തവണ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് എന്താവും? ക്വയറ്റായിട്ട് മാറും. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇമോഷൻസ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെ.
ഞാൻ 4 സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ഇൻഹേൽ ചെയ്യും, 4 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്യും, 4 സെക്കൻഡ് എടുത്ത് ബ്രീത്ത് എക്സെയിൽ ചെയ്യും, 4 സെക്കൻഡ് ഞാൻ എന്ത് ചെയ്യും, പതിയെ ഒന്നുമില്ലാത്ത പോലെ റെസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട്? കണ്ടോ, ഇതാണ് എന്ത് ബോക്സ് ബ്രീത്തിങ് മെത്തേഡ്. 4 സെക്കൻഡ് ബ്രീത്ത് ഇൻഹേൽ ചെയ്യുന്നു, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, 4 സെക്കൻഡ് എക്സെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ് ഞാൻ ഭയങ്കരമായിട്ട് കാം ആൻഡ് ക്വൈറ്റ് ആയി നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് എന്ന് പറയാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷനിൽ ഭയങ്കരമായിട്ട് വ്യതിയാനം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത്. അതേപോലെ മൂന്നാമത്താണ് ഞാൻ പറയുന്നത് മാജിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. മാജിക് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐ ക്യാൻ മൂവ് ഓൺ. നമ്മൾ ചില അഫർമേഷൻസ് എടുക്കില്ലേ, നമുക്ക് ചില സമയത്ത് ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പറയാം എന്ത്, നോ ഇറ്റ്സ് ഓക്കെ, ഐ വിൽ പാസ്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിൽ നിന്ന് പാസ്സാവും, അതേപോലെ തന്നെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരും, എനിക്കതൊന്നും വിഷയമില്ല എന്നുള്ള മാജിക് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം നമുക്ക് ബെനിഫിഷ്യൽ ആയിക്കൊണ്ടേയിരിക്കും. ഇത്തരം മാജിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് തരാം, ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി അയച്ചു തരാം, ഇതേപോലെ കുറച്ച് മാജിക് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ഇനി നാലാമത്തെന്ന് പറഞ്ഞാൽ ഇമോഷൻ കാർഡ്സ് ആണ്. ചില ഇമോഷൻ കാർഡ്സ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ഇമോഷൻസ് എന്ത് ചെയ്യാം, ഓരോ ദിവസം ഓരോ കളർ കൊടുത്ത് വെക്കാം. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഭയങ്കര സാഡ് ആണ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, നമുക്ക് കുറച്ച് ബ്ലാക്ക് ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ മനസ്സിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഇമോഷൻ നിങ്ങൾക്ക് ഓരോ കളർ കൊടുക്കാം. എന്നിട്ട് ആ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില പിക്ചറോ അല്ലെങ്കിൽ കളർ ചെയ്യേ, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുക, എന്തുവാണെങ്കിലും ചെയ്യാം. എപ്പോഴും ആലോചിക്കേണ്ടത്, എപ്പോഴും ഒരു ചിത്രം പൂർണ്ണതയിലെത്തുന്നത് എല്ലാ കളറും അതിൽ മിക്സ് ആകുന്ന സമയത്താണ്. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇമോഷൻസ് നമ്മൾ നിന്നുള്ള ഈ പോലെ ആവുന്നത് നമുക്ക് എല്ലാ ഇമോഷൻസും ഉള്ളതുകൊണ്ടാണ്. ഇതെല്ലാം പല കളറുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഇമോഷൻ കാർഡ്സ് ഉണ്ടാക്കി നോക്കണം. അതായത് ഓരോ ദിവസവും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള ഇമോഷൻസ് വെച്ചിട്ട് അന്ന് ഏതൊക്കെ ഇമോഷൻസ് നിങ്ങൾക്ക് തോന്നി ആ ഇമോഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചിത്രങ്ങൾ വരക്കാം, ചിത്രത്തിൽ പെയിൻറ്റ് കൊടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ആഴ്ചയിൽ എത്രത്തോളം ഈ സങ്കടം വന്നു, എത്രത്തോളം സന്തോഷം വന്നു, ഈ കാര്യങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മാറ്റാനുള്ള ഓരോ പടിപടിയായിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇനി ഏറ്റവും ഫൈനൽ അഞ്ചാമത്തായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ടീച്ചറാവാം, നിങ്ങളുടെ മെൻറ്ററാവാം, നിങ്ങളുടെ ഫാദറാവാം, നിങ്ങളുടെ മദറാവാം, ബ്രദറാവാം. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്ന ഒരാളോട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് തുറന്ന് സംസാരിക്കാം. ശരിയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് ചില ആൾക്കാരുണ്ട്, നമുക്കൊന്ന് ഭയങ്കര നമ്മൾ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി, എപ്പോഴേക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മാറും. അത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലിസ്റ്റിലിടാം. നിങ്ങൾക്ക് പേര് എഴുതിയിട്ട് വരാം, എൻ്റെ കൊച്ചച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതിയിട്ട് ആ ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോടാണ്, അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയണത് റിയർ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു, അപ്പോൾ എന്ത് ചെയ്യും, അവർ സപ്പോർട്ട് തരാമെന്നുള്ള സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അവൾ കൃത്യമായിട്ടുള്ളൊരു വഴി പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം എന്ത് ചെയ്യുക, നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ ഞാൻ നിങ്ങൾക്ക് എന്തായിരുന്നു പറഞ്ഞത്, ഇമോഷൻസ് എന്തായിരുന്നു, എങ്ങനെയൊക്കെയാണ് ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാനേജ് ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടൂൾ കിറ്റും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ നമ്മുടെ ഓഫീസ് നമ്പറിലോ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ അയച്ചു തരാം. ആൻഡ് വി വിൽ ബി ഹാപ്പി ടു ഗിവ് യു ദ റെസ്പോൺസ്. ഞങ്ങൾ അതിന് റിപ്ലൈ തന്നിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നത് വരേക്കും ബൈ.